ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ തന്നെ സ്റ്റോൺ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, കുറച്ച് റിപ്പീറ്റഡായി വന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സർവേയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ കൂളിംഗ് ഓഫ് ലാവ അറ്റ് ദ ടോപ്പ് സർഫേസ് ഓഫ് എർത്ത് റിസൾട്ട് ഇൻ ടു നോൺ ക്രിസ്റ്റലൈൻ ആൻഡ് ഗ്ലേസി ടെക്സ്ചർ ദേ ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ അറിയാവുന്നവർക്ക് കമൻ്റായിട്ട് ആൻസർ പറയാം. ഓക്കെ, കമൻ്റായിട്ട് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷനിൽ ട്രാപ്പ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്, അതുപോലെ ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ, സ്ലാറ്റ്, ലാറ്ററൈറ്റ്, ഈ 4 ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൂളിംഗ് ഓഫ് ലാവ അറ്റ് ദ ടോപ്പ് സർഫേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടോപ്പ് സർഫേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഏതാണോ? ആൻസർ ഡൗട്ടൊന്നുമില്ല, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലോ. ഓപ്ഷൻ എ ആണ്. ഏതാണ്? ട്രാപ്പും ബസാൾട്ടും. ഓക്കെ, ട്രാപ്പ് ബസാൾട്ടാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ട്രാപ്പ് ആൻഡ് ബസാൾട്ടാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ട്രാപ്പ് ബസാൾട്ടിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ട്രാപ്പ് ബസാൾട്ട് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? നമ്മുടെ ഇഗ്നേസ് റോക്കിൽ വോൾക്കാനിക് വരുന്നതാണല്ലേ. വോൾക്കാനിക്കിൽ ഇഗ്നേസ് റോക്കിൽ നമ്മുടെ വോൾക്കാനിക് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ഒരു ബസാൾട്ടും ട്രാപ്പും എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ആ ഒരു എർത്തിൻ്റെ സർഫേസിൽ വെച്ചിട്ട് തന്നെ മാഗ്മ കൂളായിട്ട് ഫോം ചെയ്യുന്നതിനാണ് വോൾക്കാനിക് റോക്കും. ഈ ഒരു വോൾക്കാനിക് റോക്കിൻ്റെ തന്നെ മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? 2 എക്സാമ്പിളാണ് ബസാൾട്ടും ട്രാപ്പും. ഓക്കെ, മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പിംസ് പറയും. ഓക്കെ, പിംസ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഒബ്സീഡിയൻ. ഓക്കെ, ഒബ്സീഡിയനും ഈ ഒരു വോൾക്കാനിക് റോക്കിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കാണാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു റോക്കിൻ്റെ സ്റ്റോണിൻ്റെ ചാപ്റ്റർ പുതിയ എക്സാമ്പിളുകൾ കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സ്റ്റോണിൻ്റെ ഫുൾ ക്ലാസ് വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അത് പ്ലേലിസ്റ്റിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ഒരു സെക്ഷനിൽ പോയിട്ട് സ്റ്റോൺ എന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി എക്സാമ്പിൾസ് നോക്കാം. ഗ്രാനൈറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? ഗ്രാനൈറ്റ് ഏതിൻ്റെ എക്സാമ്പിൾ? നമ്മൾ പ്ലൂട്ടോണിക് റോക്കിൻ്റെ എക്സാമ്പിളാണ്. കൺസിഡറബിൾ ഡെപ്തിലോട്ട് പോയിട്ട് മാഗ്മ കൂൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. അതിനൊരു മെയിൻ എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. അതിൻ്റെയും മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡയറൈറ്റ് ഉണ്ട്, സയനൈറ്റ് ഉണ്ട്, ഗ്യാബ്രോ, അങ്ങനെ മറ്റ് എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ. ഓക്കെ, ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ ഏതിൻ്റെ എക്സാമ്പിളാണല്ലോ? ഈ ഒരു നമ്മുടെ ഏത് ക്ലാസിഫിക്കേഷനിലും കുറച്ച് പുതിയ എക്സാമ്പിളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും ഏതിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളുകളാണ് ഈ ഒരു ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും. ഓക്കെ, ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ്. ദെൻ സ്ലാറ്റ്, ലാറ്ററൈറ്റ് ആണെങ്കിലോ സ്ലാറ്റും ലാറ്ററൈറ്റ് നമ്മുടെ മെറ്റമോർഫിക്കിൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The unit of supplying and stacking stone aggregate 50 mm nominal size. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദ യൂണിറ്റ് ഓഫ് സപ്ലൈയിങ് ആൻഡ് സ്റ്റാക്കിംഗ് സ്റ്റോൺ അഗ്രിഗേറ്റഡ് 50 mm നോമിനൽ സൈസ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ സ്ക്വയർ മീറ്റർ ഉണ്ട്, ക്യൂബിക് മീറ്റർ ഉണ്ട്, 100 സ്ക്വയർ മീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ക്യൂബിക് മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബസാൾട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, ബസാൾട്ട് ഏതിൻ്റെ എക്സാമ്പിളാണ്? ബസാൾട്ട് ഏതിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ വോൾക്കാനിക് റോക്കിൻ്റെ എക്സാമ്പിളാണല്ലോ. ആ ഒരു എക്സാമ്പിളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വോൾക്കാനിക് റോക്കിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു ബസാൾട്ട് എന്ന് പറയുന്നത്. ബസാൾട്ട്, ട്രാപ്പ്, ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? വോൾക്കാനിക് റോക്കിൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, മറ്റേ ആ ഒരു പ്ലൂട്ടോണിക് റോക്കിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, നീസ് ഈസ് ഫോംഡ് ഫ്രം. ഓക്കെ, നീസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? നീസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഓപ്ഷനിൽ ട്രാപ്പ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ബസാൾട്ട് ഉണ്ട്, സാൻഡ് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ?
നീസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്. ഗ്രാനൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്രാനൈറ്റിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു നീസ് ഫോം ചെയ്യുന്നത്. ഈ ഒരു നീസ് ഏതിൻ്റെ എക്സാമ്പിളാണ്? നീസ് ഏതിൻ്റെ എക്സാമ്പിളാണ്? നീസ് മെറ്റമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിളാണല്ലേ, മെറ്റമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിളാണ് നീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നീസ് നമ്മൾക്കറിയാം ഗ്രാനൈറ്റിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ ലൈം സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഏതാണ്ടാ? ലൈം സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഏതാണ്? ലൈം സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് മാർബിൾ. ഓക്കെ, ലൈം സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് മാർബിൾ. അതുപോലെ സാൻഡ് സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഏതാണ്ടാ? സാൻഡ് സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നത് ക്വാർട്ട്സൈറ്റ് ആണല്ലേ, ക്വാർട്ട്സൈറ്റ് ആണ്. സാൻഡ് സ്റ്റോണിൽ നിന്ന് ഫോം ചെയ്യുന്നത് ക്വാർട്ട്സൈറ്റ് ആണ്. ഇനി ബസാൾട്ട് ട്രാപ്പിൽ നിന്നൊക്കെ ഫോം ചെയ്യുന്നതോ? ബസാൾട്ട് ട്രാപ്പിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഷിസ്റ്റ് ഫോം ചെയ്യുന്നത് അല്ലേ. ഷിസ്റ്റും അതുപോലെ തന്നെ ലാറ്ററൈറ്റൊക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു ബസാൾട്ട് ട്രാപ്പിൽ നിന്നാണ്. ഈ പറഞ്ഞ നീസ്, അതുപോലെ മാർബിൾ, ക്വാർട്ട്സൈറ്റ്, ഷിസ്റ്റ്, ലാറ്ററൈറ്റ് അതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ മെറ്റമോർഫിക്കിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൂൾ യൂസ്ഡ് ഫോർ കോറിയിങ് ഓഫ് സ്റ്റോൺ. ഓക്കെ, ദ ടൂൾ യൂസ്ഡ് ഫോർ കോറിയിങ് ഓഫ് സ്റ്റോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഡിപ്പറുണ്ട്, ജമ്പറുണ്ട്, സ്പാളിംഗ് ഹാമറുണ്ട്, പ്രൈമിംഗ് നീഡിലുണ്ട്. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ? ചോദിച്ചിരിക്കുന്നത് യൂസ്ഡ് ഫോർ കോറിങ്, കോറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ജമ്പറാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ കോറിങ്ങിനാണ് നമ്മൾ ജമ്പർ യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പം ബാക്കി എക്സാമ്പിളുകൾ, അതായത് നമ്മുടെ ഈ ഒരു ഡിപ്പർ, അതുപോലെ സ്പാളിംഗ് ഹാമർ, ദെൻ പ്രൈമിംഗ് നീഡിലൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഡിപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ബ്ലാസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡിപ്പർ. ഈ ഒരു ജമ്പറും നമ്മൾ ബ്ലാസ്റ്റിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ക്വസ്റ്റനിൽ ഇവിടെ കോറിങ്ങിന് ചോദിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ജമ്പർ നമ്മൾ കോറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ അതൊക്കെ. ദെൻ പ്രൈമിംഗ് നീഡിലോ? പ്രൈമിംഗ് നീഡിൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബ്ലാസ്റ്റിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാസ്റ്റിങ്ങിലാണ് നമ്മൾ ഈ ഒരു പ്രൈമിംഗ് നീഡിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിങ് ഓഫ് സോഫ്റ്റ് സ്റ്റോൺ. ഓക്കെ, സോഫ്റ്റ് സ്റ്റോണിന് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ ജമ്പറുണ്ട്, ഗേജുണ്ട്, ബൂസ്റ്ററുണ്ട്, ഹാമറുണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ബൂസ്റ്ററാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു സോഫ്റ്റ് സ്റ്റോണിനെയൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ബൂസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് സ്റ്റോൺസ് ഫ്രം നാച്ചുറൽ ബെഡ് ഓഫ് റോക്ക്? ഓക്കെ, അതായത് നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ ബെഡ് ഓഫ് റോക്കിൽ നിന്ന് ആ സ്റ്റോൺസ് നമ്മൾ എടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഓപ്ഷനിൽ കട്ടിംഗ് ഉണ്ട്, കവറിംഗ് ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, സ്വാഗിങ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, കോറിങ് ആണ്. കോറി ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അർജിലേഷ്യസ് റോക്ക്? അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ കയോലിനുണ്ട്, സ്ലാറ്റ് ഉണ്ട്, ലാറ്ററൈറ്റ് ഉണ്ട്, ആൾ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അർജിലേഷ്യസ് റോക്ക്? അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലോ, ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദി അബവ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു കയോലിനും അതുപോലെ സ്ലാറ്റും അതുപോലെ തന്നെ ലാറ്ററൈറ്റും എല്ലാം ഏതിൻ്റെ എക്സാമ്പിളുകളാണ്? അർജിലേസ് റോക്കിൻ്റെ എക്സാമ്പിളുകളാണല്ലേ. അർജിലേസ് റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഈ ഒരു അർജിലേഷ്യസ് റോക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഒരു അർജിലേഷ്യസ് റോക്ക് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മറ്റ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണടാ? സിലീഷ്യസ് റോക്ക്, കാൽക്കാരീസ് റോക്ക്. അതിൽ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. സിലീഷ്യസ് റോക്ക്, അർജിലേഷ്യസ് റോക്ക്, കാൽക്കാരീസ് റോക്ക്. അതിൽ നമ്മളിപ്പോൾ ഒരു അർജിലേഷ്യസ് റോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കണ്ടത്. അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളുകളാണ് കയോലിൻ, സ്ലാറ്റ്, ലാറ്ററൈറ്റ്. ഇനി അതുപോലെ തന്നെ ഷിസ്റ്റ്. ഓക്കെ, ഷിസ്റ്റും നമ്മുടെ ഈ ഒരു അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, ഷിസ്റ്റും നമ്മുടെ ഈ ഒരു അർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇഗ്നേസ് റോക്ക്? ഇഗ്നേസ് റോക്കിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ സാൻഡ് സ്റ്റോൺ ഉണ്ട്, ഷെയിലുണ്ട്, ക്വാർട്ട്സൈറ്റ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്. ഏതാണ് ഇവിടെ ആൻസർ? നമുക്കറിയാം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, ഗ്രാനൈറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ എക്സാമ്പിളുകളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട്
പഠിക്കുന്ന എക്സാമ്പിളുകളുണ്ട്, പുതുതായിട്ട് വരുന്ന എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഈ ഒരു എക്സാമ്പിളുകൾ തന്നിട്ട്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ കുറേ എക്സാമ്പിളുകൾ തന്നിട്ട് അതിലേതെങ്കിലും പിക്ക് ചെയ്യാനായിരിക്കും ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിളുകളാണ് ഈ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് കണ്ടൻറ്റ്, ഇപ്പോൾ അർജിലേഷ്യസ് റോക്സിൽ ഏത് കണ്ടൻറ്റാണ് അവിടെ കൂടുതലുള്ളത്, ആ ഒരു തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിരിക്കാം. ഇതിനകത്ത് നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാൻഡ് സ്റ്റോൺ ഏതിൻ്റെ എക്സാമ്പിളാണ്? സാൻഡ് സ്റ്റോൺ നമ്മുടെ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ സാൻഡ് സ്റ്റോണിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെറ്റർ എസ് ആണ്, സോ അത് സെഡിമെൻ്ററി സ്റ്റോണിൻ്റെ എക്സാമ്പിളാണ്. ആ ഒരു രീതിയിലൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ ഷെയ്ഡും നമ്മുടെ ഈ ഒരു സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ്. ദെൻ കോർട്സൈറ്റ് ആണെങ്കിലോ, കോർട്സൈറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? കോർട്സൈറ്റ് നമ്മുടെ മെറ്റമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിളുകളാണ് ഈ ഒരു കോർട്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിളുകൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളതങ്ങ് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു സ്പ്ലിറ്റിംഗ് സ്റ്റോൺ ഇൻ സ്റ്റോൺ മേസൺറി? നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ നമ്മൾ സ്റ്റോൺസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ മാലറ്റ് ഉണ്ട്, പിക്ക്, ഫേസ് ഹാമർ, ഗാഡ്സ്. ഓക്കെ, ഏതാണ് ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലോ. ഓപ്ഷൻ ഡി ആണ്, ഗാഡ്സ് ആണ് നമ്മളവിടെ ആ ഒരു സ്റ്റോണിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അർജിലേഷ്യസ് റോക്ക് ഹാവ് ദെയർ പ്രിൻസിപ്പൽ കോൺസിസ്റ്റൻ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അർജിലേഷ്യസ് റോക്കിലുള്ള ആ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മെയിൻ കോൺസിസ്റ്റൻ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ലൈം, ക്ലേ, സാൻഡ്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? അർജിലേഷ്യസ് റോക്കിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ക്ലേ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ക്ലേ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഏത് പറയാം? അലുമിന പറയാം. ഓക്കെ, ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ അലുമിന പറയാം. അതുപോലെ ഈ ഒരു ലൈം ഏതിൻ്റെ കോൺസ്റ്റൻ്റാണ്? ലൈം നമ്മുടെ കാൽക്കാരിയസ് റോക്കിൻ്റെതാണ്. ഓക്കെ, ലൈം നമ്മുടെ ഏതിൻ്റെതാണ്? കാൽക്കാരിയസ് റോക്കിൻ്റെതാണ് നമ്മുടെ ലൈം വരുന്നത്. അതുപോലെ സിലിക്ക ഏതിൻ്റെയാണ് വരുന്നത്? സിലിക്ക നമ്മുടെ സിലീഷ്യസ് റോക്കിനാണ്. ഓക്കെ, സിലിക്ക ഏതിനാണ് വരുന്നത്? സിലീഷ്യസ് റോക്ക്. ഓക്കെ, സിലീഷ്യസ് റോക്കിനാണ് സിലിക്ക വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ നോക്കുക. അർജിലേഷ്യസ് റോക്കിലാണ് നമ്മുടെ ക്ലേ അല്ലെങ്കിൽ അലുമിന വരുന്നത്. അപ്പോൾ ലൈം വരുന്നത് കാൽക്കാരിയസ് റോക്കിലാണ്, നമ്മുടെ സിലിക്ക വരുന്നത് സിലീഷ്യസ് റോക്കിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഴ്സ്നെസ് ഓഫ് ദ ഗ്രെയിൻസ് ഓഫ് എ മിനറൽ ഈസ് നോൺ as. ദ കോഴ്സ്നെസ് ഓഫ് ദ ഗ്രെയിൻസ് ഓഫ് എ മിനറൽ ഈസ് നോൺ as. ഏതാണ്? ഓപ്ഷനിൽ ഫ്രാക്ചർ, ടെക്സ്ചർ, സ്ട്രക്ചർ, ലസ്റ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? കോഴ്സ്നെസ് ഓഫ് ദ ഗ്രെയിൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ടെക്സ്ചറാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രാക്ചർ സർഫേസ് ഓഫ് എ സ്റ്റോൺ ജിയോമെട്രി ഇൻഡിക്കേറ്റ്. ദ ഫ്രാക്ചേർഡ് സർഫേസ് ഓഫ് എ സ്റ്റോൺ ജിയോമെട്രി ഇൻഡിക്കേറ്റ് ഏതാണ്? ഓപ്ഷനിൽ ഗ്രെയിൻ സൈസ് ഉണ്ട്, അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്, നൺ ഓഫ് ദി എബവ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ ഏതാണ്ട് ഫ്രാക്ചേർഡ് സർഫേസ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ടെക്സ്ചറാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാർഡസ്റ്റ് അബ്രസീവ് നോൺ ആൻഡ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. ഓക്കെ, ദ ഹാർഡസ്റ്റ് അബ്രസീവ് നോൺ ആൻഡ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ഏതാണ്? കാർബറണ്ടം ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, അലണ്ടം ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ഏതാണ് ആൻസർ? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, ഡയമണ്ട് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാർഡ്നെസ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ഫോർ റോഡ് വർക്ക് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഹാർഡ്നെസ് ഓഫ് ദ സ്റ്റോൺ യൂസ്ഡ് ഫോർ, അതായത് നമ്മൾ റോഡ് വർക്കിന് ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 10 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, 20 ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 17 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ 17-നേക്കാളും കൂടുതൽ ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റോഡ് വർക്കിനാണ് ഗുഡ് സ്റ്റോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു നമ്മുടെ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ടഫ്നെസ് ഇൻഡെക്സ് എത്രയാണ്? ടഫ്നെസ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 19 ആണ്. നമ്മുടെ ഈ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 19 ആണ്, ഗ്രേറ്റർ ദാൻ 19 ആണ്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 100 Nm² ആണ്. 100 Nm² ആണ് നമ്മുടെ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 Nm² ആണ്.
ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ 100 മെഗാ പാസ്കൽ എന്നും പറയാം. ഓക്കെ, 100 മെഗാ പാസ്കൽ എന്നും പറയാം, 100 മെഗാ പാസ്കൽ എന്നും പറയും. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത് വരുന്നത് റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ. ഓക്കെ, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ എത്രയാണ്? ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റോണിൻ്റെ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 2.7 ആണ്. ഓക്കെ, ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. നമ്മുടെ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ഇതൊക്കെ ഞാനൊരു സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി, സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2.7 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് മിനറൽ ഇൻ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റിലുള്ള മെയിൻ കമ്പോണൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഏതൊക്കെയാണ്? ഓപ്ഷനിൽ മൈക്ക, ഫെൽസ്പാർ, കോട്സ്, ഫ്രീ സിലിക്ക. ഓക്കെ, ഫ്രീ സിലിക്ക ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഫെൽസ്പാർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മെയിൻ കമ്പോണൻറ്റ് ഓഫ് മിനറൽ ഇൻ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റിലുള്ള മിനറൽസ് ഏതൊക്കെയാണ്? ഗ്രാനൈറ്റിലുള്ള മിനറൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മൈക്ക. ഓക്കെ, മൈക്ക വരും, അതുപോലെ തന്നെ കോട്സ് വരും, അതുപോലെ തന്നെ ഫെൽസ്പാർ വരും. ഇത്രയാണ് നമ്മുടെ ആ ഒരു ഗ്രാനൈറ്റുള്ള മിനറൽസ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും മെയിൻ കമ്പോണൻ്റ് അല്ലെങ്കിൽ പ്രൈമറി മിനറൽ എന്ന് പറയുന്നത് ഏതാണ്? ഫെൽസ്പാർ ആണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഈ ഒരു ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് പോളി മിനറലിക്ക് വരുന്ന ഒരു എക്സാമ്പിളാണ്. പോളി മിനറലിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഗ്രാനൈറ്റ്. അതുപോലെ പോളി മിനറലിക്കിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഏതാണ്? ബസാൾട്ട്. ഓക്കെ, ബസാൾട്ട് ഈ ഒരു പോളി മിനറലിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ്. ഈ ഒരു ബസാൾട്ടിൻ്റെ മിനറൽ ഏതൊക്കെയാണ്? പൈറോക്സിനും പ്ലാജിയോഗ്ലൈസും. ഓക്കെ, പൈറോക്സിനും അതുപോലെ തന്നെ പ്ലാജിയോഗ്ലൈസും നമ്മുടെ ഈ ഒരു ബസാൾട്ടിൻ്റെ മിനറൽസാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സോഫ്റ്റസ്റ്റ് റോക്ക് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള റോക്ക്. ഓപ്ഷനിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള റോക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ മാർബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഡയമണ്ട് ഉണ്ട്, ടാൽക്ക് ഉണ്ട്, കോട്സ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്, ടാൽക്കാണ് അതിൻ്റെ ആ ഒരു ആൻസറായിട്ട് വരുന്നത്. സോഫ്റ്റസ്റ്റ് റോക്ക് എന്ന് പറയുന്നത് ടാൽക്കാണ്. ഓപ്ഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ടാൽക്കാണ്. ആ ഒരു നമ്മൾ പറയുന്നത് ഏത് വെച്ചിട്ടാണ്? നമ്മൾ ആ ഒരു സോഫ്റ്റ് എന്നൊക്കെ പറയുന്നത് മോർസ് ഹാർഡ്നെസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മോർസ് സ്കെയിൽ ഓഫ് ഹാർഡ്നെസ് എന്ന് പറയാം. ഓക്കെ, മോർസ് ഹാർഡ്നെസ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ ഏതാണ്? ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ടാൽക്കാണല്ലേ. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് ടാൽക്കാണ്. ദെൻ അടുത്ത് വരുന്നതാണ് ജിപ്സം. ഓക്കെ, അടുത്ത് വരുന്നതാണ് ജിപ്സം. ദെൻ അടുത്തത് ഏതാണ്? കാൽസൈറ്റ് ആണല്ലേ, കാൽസൈറ്റ് ആണ്. ദെൻ അതുപോലെ അടുത്ത് വരുന്നത് ഫ്ലോറൈറ്റ്. ഓക്കെ, ഫ്ലോറൈറ്റ് ആണ് അടുത്ത് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് അപ്പറ്റൈറ്റ്. ഓക്കെ, അപ്പറ്റൈറ്റ് ആണ് അടുത്ത് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഓർത്തോഗ്ലൈസ്. ഈ ഒരു ഓർഡറിലാണ് ഞാനത് എഴുതുന്നത്. ഓക്കെ, ഓർത്തോഗ്ലൈസ് ആണ് അടുത്ത് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഏതാണ്? കോഡ്സ് ആണ് അടുത്ത് വരുന്നത്. ദെൻ അടുത്ത് ടോപ്പസ്. ഓക്കെ, ടോപ്പസ്. ദെൻ അടുത്ത് കൊറണ്ടം, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മളെ ഏതാണ്? ഡയമണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു മോർ സ്കെയിൽ ഹാർഡ്നെസ്സിൻ്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡയമണ്ട് ആണ്. ഏറ്റവും സോഫ്റ്റസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ, സോഫ്റ്റ് ആയത് ഏതെന്ന് ചോദിച്ചാൽ ടാൽക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഈ ഒരു ക്രമത്തിൽ തന്നെ നിങ്ങളത് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇതിൻ്റെ പഠിക്കാനുള്ള ഒരു കോഡൊക്കെ ഉണ്ട്, അത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റോണിൻ്റെ ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് സോല്യുബിൾ മാറ്റർ ഇൻ സാമ്പിൾ സ്റ്റോൺ. ഓക്കെ, നമ്മൾ സ്റ്റോണിൽ ആ ഒരു സോല്യുബിൾ മാറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ഉണ്ട്, അട്രീഷൻ ടെസ്റ്റ് ഉണ്ട്, സ്മിത്ത് ടെസ്റ്റ് ഉണ്ട്, ആസിഡ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. സ്മിത്ത് ടെസ്റ്റാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സ്മിത്ത് ടെസ്റ്റാണ് നമ്മൾ സോല്യുബിൾ മാറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് നമ്മൾ ഡ്യൂറബിലിറ്റിക്ക് അല്ലേ, ഡ്യൂറബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാനാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അട്രീഷൻ ടെസ്റ്റ് ആണല്ലോ. അട്രീഷൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് നോക്കുന്നത്? വിയർ ആൻഡ് ടിയറിനാണല്ലേ. വിയർ ആൻഡ് ടിയറിനാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് നോക്കുന്നത്. ദെൻ ആസിഡ് ടെസ്റ്റ് ആണെങ്കിലോ, ആസിഡ് ടെസ്റ്റ് നമ്മുടെ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്, നമ്മൾ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ആസിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ സാൻഡ് സ്റ്റോൺ ഈസ് മെറ്റമോർഫിക് റോക്ക്, അതുപോലെ ലാറ്ററൈറ്റ് ഈസ് സെഡിമെൻ്ററി റോക്ക്, ബസാൾട്ട് ഈസ് സെഡിമെൻ്ററി റോക്ക്, ഗ്രാനൈറ്റ് ഈസ് ഇഗ്നേസ് റോക്ക്. ഓക്കെ, ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഏതാണ്? നമ്മൾ കുറേ എക്സാമ്പിളുകൾ കണ്ടതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഗ്രാനൈറ്റ് ഈസ് ഇഗ്നേസ് റോക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പോളിമിനറലിക് റോക്ക്? പോളിമിനറലിക് റോക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ കോട്ട്സാൻഡ്, ബസാൾട്ട്, മാഗ്നസൈറ്റ്, നൺ ഓഫ് ദീസ്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ബസാൾട്ടാണ് ആൻസറായിട്ട് വരുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, പോളിമിനറലിക്കിൽ വരുന്നതാണ് നമ്മുടെ ഏതാണ്? ഗ്രാനൈറ്റും ബസാൾട്ടും. ഓക്കെ, ഗ്രാനൈറ്റും ബസാൾട്ടും നമ്മുടെ പോളിമിനറലിക്കിൽ വരുന്നതാണ്. പോളിമിനറലിക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 മിനറൽസ് ഉള്ളതിനെയാണ് നമ്മൾ പോളിമിനറലിക് എന്ന് പറയുന്നത്. ഇനി ഓൺലി 1 മിനറൽ ആണെങ്കിൽ നമ്മളതിനെ മോണോമിനറലിക് എന്ന് പറയും. ഓക്കെ, ഓൺലി 1 മിനറൽ ആണെങ്കിൽ നമ്മളതിനെ മോണോമിനറലിക് എന്ന് പറയും. മോർ ദാൻ 1 മിനറൽസ് ഉണ്ടെങ്കിൽ അതിനെ പോളിമിനറലിക് എന്ന് പറയും. ഓക്കെ, അവിടെ ഈ ഒരു മോണോമിനറലിക്കിന് ഏതാണ് എക്സാമ്പിൾ? അവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഡോളമൈറ്റ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഡോളമൈറ്റ് അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കോട്സ്. ഓക്കെ, കോട്സ് അതിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ജിപ്സവും ഈ ഒരു മോണോമിനറലിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു പോളോമിനറലിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് 2 എക്സാമ്പിളുകളേ ഉള്ളൂ, ഗ്രാനൈറ്റും ബസാൾട്ടുമാണ്. ഓക്കെ, ഗ്രാനൈറ്റും അതുപോലെ തന്നെ ബസാൾട്ടുമാണ് അതിൻ്റെ എക്സാമ്പിളുകളായിട്ട് പറയുന്നത്. അതിൽ ഗ്രാനൈറ്റിൻ്റെ മിനറൽസ് നമ്മൾ നേരത്തെയും പറഞ്ഞു, മൈക്ക, കോട്സ്, ഫെൽസ്പാർ ഗ്രാനൈറ്റിൻ്റെ മിനറൽസ് ആണ്. ബസാൾട്ടിൻ്റെ ഏതൊക്കെയാണ്? പൈറോക്സിനം, പ്ലാജിയോഗ്ലൈസ്. ഓക്കെ, പൈറോക്സിനം. ബസാൾട്ടിൻ്റെ ഏതൊക്കെയാണ്? പ്ലാജിയോഗ്ലൈസ്, അതുപോലെ തന്നെ പൈറോക്സിനും നമ്മുടെ ഈ ഒരു ബസാൾട്ടിൻ്റെ മിനറൽസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. സ്റ്റോണിൻ്റെതായാലും ടിമ്പർ എന്ന പോർഷനിലുള്ളതായാലും സിമൻറ്റ് എന്ന പോർഷനിലുള്ളതായാലും കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.